മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ മുരിങ്ങൂർ പ്രദേശത്ത് വൻ ഗതാഗത കുരുക്കാണ്. വാഹനങ്ങളുടെ കിലോമീറ്റർ നീണ്ട നിരയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ചളിക്കുണ്ടിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ജെയ്സൺ ചമ്മോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ചളിക്കുണ്ട് ചന്ദിരൂരിൽ മാത്രമല്ല, നിലമ്പൂരിലെ പൊട്ടക്കുഴി മാത്രമല്ല, പാലക്കാട്ട് മാത്രമല്ല, ഇവിടെ ജെയ്സൺ നിൽക്കുന്ന സ്ഥലത്തും കുഴികൾ ധാരാളം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവം കുഴികളുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അല്ലേ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ രാവിലെ നല്ല മഴയാണ്, അതോടൊപ്പം തന്നെ വലിയ ഗതാഗതക്കുരുക്കാണ്. തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് ഇടപ്പള്ളിയിലേക്ക് യാത്ര പോകുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് ഞാനിപ്പോൾ നൽകാം. നിങ്ങൾ പുറപ്പെടാൻ തീരുമാനിച്ചതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ പുറപ്പെടണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാസമയം ആ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളത് എൻ്റെ വാണിംഗ് ആണ്, ഇവിടെ നിന്നുകൊണ്ടുള്ള എൻ്റെ വാണിംഗ് ആണ്. കാരണം 4 സ്ഥലത്ത് ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ 4 സ്ഥലം എന്ന് പറയുന്നത് ആദ്യം യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ആമ്പല്ലൂരാണ്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ മിനിമം നിങ്ങൾക്കൊരു 15 മിനിറ്റിലെങ്കിലും നിൽക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അടുത്ത സ്ഥലം പേരാമ്പ്രയാണ്. പേരാമ്പ്രയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെയും ഇതേ സ്ഥിതി തന്നെയാണ്. അടുത്തത് പിന്നെ മുരിങ്ങൂരാണ്. ഈ മുരിങ്ങൂരാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മുരിങ്ങൂർ ഇപ്പോൾ നമുക്ക് ഈ റോഡുകളിലേക്ക് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ കുഴികൾ വരുന്നതോടുകൂടി വാഹനങ്ങൾ സ്ലോ ആവുന്നു. അതോടുകൂടി അതിൻ്റെ സ്വാഭാവികമായ ആ സമയം അതിൽ നഷ്ടപ്പെടുന്നു എന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ കുഴികളിലേക്ക് പോകാം, വാഹനങ്ങളൊക്കെയും സ്ലോ ആവുകയാണ്. ഇതോടുകൂടി ഈ കിലോമീറ്ററുകളോളം ഇതിൻ്റെ ബ്ലോക്ക് മാറുന്നുണ്ട്. ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വാഹനങ്ങൾ നിർത്തി ആളുകളുടെ അടുത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മൾ മൈക്ക് നീട്ടിയാൽ വീണ്ടും ആ വാഹനം സ്ലോ ആവും, പിന്നീട് വീണ്ടും സമയം വൈകും, ഗതാഗത കുരുക്ക് വർദ്ധിക്കും. അതുകൊണ്ട് ആളുകളുടെ പ്രതികരണം നമുക്ക് ഇപ്പോൾ തൽക്കാലം എടുക്കാനില്ല. മാത്രമല്ല നല്ല മഴയുമാണ്. സൈഡിലൊക്കെ വലിയ കുഴികളുമുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ സൈഡിലോട്ട് വീണാൽ ചിലപ്പോൾ ആ കുഴിയിലോ ഇതിലൊക്കെ പുതയാനുള്ള സാധ്യതയുമുണ്ട് അല്ലേ? പ്രധാനമായും ആളുകൾ ഇവിടെ ഉന്നയിക്കുന്നത് നമുക്ക് ഈ കുഴികൾ മൂടുക കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും. പക്ഷേ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഒരു സ്ഥലത്തും കുഴികൾ മൂടാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നതാണ്. കുഴികൾ വരുന്നതോടുകൂടി വാഹനങ്ങൾ സ്ലോ ആകുന്നത്. ഇപ്പോൾ നാം ഇവിടെ എത്തിച്ചേർന്ന് തന്നെ ഏകദേശം ഒരുപാട് സമയമെടുത്താണ്. വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കാണ്. ഇപ്പോൾ ഏകദേശം കിലോമീറ്ററോളം ഗതാഗതക്കുരുക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ പ്രതികരണം എടുക്കാൻ പോയാൽ വീണ്ടും അത് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ വലിയ കുഴികളുണ്ട്. താങ്ക് യു ജെയ്സൺ. നിൽക്കുന്ന സ്ഥലത്ത് നല്ല മഴയുമുണ്ട്. ആ വണ്ടി നോക്കൂ, സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. അപ്പോൾ ജെയ്സന്റെ മുന്നറിയിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് എടപ്പള്ളിയിൽ നിന്ന് മണ്ണുത്തിയിലേക്കോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിലും 2 മണിക്കൂർ മുമ്പേ തന്നെ യാത്ര പുറപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് കൃത്യസമയത്തെത്താൻ നല്ലത്. അത്താണി വഴിയൊക്കെ ചില ഷോർട്ട് കട്ടുകളുണ്ട്. അതുവഴി നമ്മൾ ചാലക്കുടി ഭാഗത്തേക്കൊക്കെ വന്നു കയറാവുന്ന ചില ഷോർട്ട് കട്ടുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാറുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഗൂഗിൾ മാപ്പിട്ടൊക്കെ പോകുമ്പോൾ അറിയാം എവിടെയാണ് ട്രാഫിക് ബ്ലോക്ക് കൂടുതലുള്ളത്. നിങ്ങൾക്ക് വഴിതിരിഞ്ഞ് പോകാനുള്ള 1-2 വഴികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.